വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എവിടെ ഈ കറങ്ങി നടക്കുന്നേ? അധികം ബുദ്ധിമുട്ടാതെ എന്ത് ചെയ്താലാ രക്ഷപ്പെടുക എന്ന് ഞാൻ ആലോചിച്ചു. നല്ലൊരു ഐഡിയ കിട്ടി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ സീനിലേക്ക് കയറി. നിങ്ങളെ കൊണ്ട് അതിനൊക്കെ പറ്റുമോ? പറ്റും ചക്കരെ. പോത്ത് കച്ചവടം തുടങ്ങാന്ന് കരുതി ഒരു ഗ്രാമത്തിലോട്ട് വന്നാ. പോത്ത് കച്ചവടം തുടങ്ങാനോ? ഒരു പോത്ത് കച്ചവടം എങ്ങനെയാ ചെയ്യാന്നോർത്ത് ഷോക്കായി പോയോ? ഈ നാട്ടില് ഇവിടുത്തെ ഗ്രാമോത്സവം നടക്കുക എന്നാ കേട്ടെ. അടുത്ത ഗ്രാമത്തിലുള്ളവരൊക്കെ പോത്തിനെ എരുമയൊക്കെ കൊണ്ടുവരുമെന്ന്. അതിൽ നിന്ന് നല്ല ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്ത് ഞാൻ വാങ്ങാൻ പോവാ. മാർക്കറ്റില് ഡബിൾ റേറ്റ് വിറ്റ ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതിന് വാങ്ങാൻ എന്തെങ്കിലും കയ്യിൽ വേണ്ടേ? ബുദ്ധിയുള്ളവന്റെ സമ്പാദ്യം അയാളുടെ ബുദ്ധി തന്നെയാണ്. ഈ ബുദ്ധിയില്ലാത്തവളെ. നിങ്ങളുടെ ബുദ്ധി സാമർഥ്യത്തെ കുറിച്ച് എന്നെയാണോ പഠിപ്പിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഒരു പെൺകുട്ടിയെ കിട്ടുന്ന ദിവസം ശ്രീകരന്റെ കല്യാണ ചടങ്ങുകൾ ഗംഭീരമായി തന്നെ നടക്കും. എന്റെ മകന് വേണ്ടി ആ പെൺകുട്ടി ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും. ആവനി, ഇവിടെ എന്താ നിക്കുന്നേ? താൻ എന്താ ആലോചിക്കുന്നേ? ഈ നാട്ടില് കാല് വെച്ചപ്പോ തന്നെ ലഭിച്ച ആനന്ദം ഇപ്പോൾ എനിക്ക് സങ്കടമായി തോന്നുന്നു ഏട്ടാ. ഇത്ര പെട്ടെന്ന് അങ്ങനെ തോന്നാ ഇപ്പൊ എന്താ ഉണ്ടായേ? കാര്യം എന്താന്ന് പറ. അർഹതയുള്ളൊരു പെൺകുട്ടി വന്നാൽ ബാധ്യതകളെല്ലാം കൈമാറാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അമ്മ ഈ നാട്ടുകാരോടെല്ലാം പറഞ്ഞപ്പോ എന്നെ എന്തോ ഒന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അമാവാസി നാളിൽ എനിക്ക് കടൽ തീരത്ത് നിന്നുകൊണ്ട് തിരമാലകളുടെ ശബ്ദം കേൾക്കുമ്പോ എത്രത്തോളം പേടി തോന്നാറുണ്ടോ? അമ്മ പറഞ്ഞതൊക്കെ കേട്ടപ്പോ തൊട്ട് എനിക്ക് അത്രമാത്രം ഭയം തോന്നുന്നുണ്ട്. ഇപ്പൊ എന്തുണ്ടായിട്ട് എങ്ങനെ പേടിക്കുന്നേ? നിങ്ങളുടെ അമ്മ ആഗ്രഹിക്കുന്ന അർഹത എന്തൊക്കെയാ? നിങ്ങളുടെ അമ്മ ആഗ്രഹിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാ? നിങ്ങളുടെ അമ്മ കൈമാറണമെന്ന് പറയുന്ന ആ ബാധ്യത എന്താ? നാളെ സത്യമൊക്കെ അറിയുമ്പോ നിങ്ങളുടെ അമ്മ എന്നെ അംഗീകരിക്കാനുള്ള അർഹത എനിക്കുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്റെ ജീവിതം പിന്നെ എന്തായി തീരുവേട്ടാ? എന്റെ ധൈര്യം എവിടെയോ ചോർന്നു പോകുന്നുണ്ട്. എന്റെ ആശകളൊക്കെ നശിച്ചു പോകുന്ന എന്തോ ഒരു പ്രശ്നം തുടങ്ങാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ അവസ്ഥ എന്താകുന്നു പറയട്ടാ. ആവനി, കൂൾ. ടെൻഷനൊന്നും വേണ്ട, പേടിക്കുകയും വേണ്ട. നീ ഇപ്പൊ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരങ്ങൾ എന്റെ അടുത്തുണ്ട് ആവനി. എങ്കിലത് വേഗം പറയട്ടാ. ബുദ്ധിയുള്ളവന്റെ സമ്പാദ്യം അവന്റെ ബുദ്ധിയാണടി ബുദ്ധിയില്ലാത്തവളെ. നിങ്ങളുടെ ബുദ്ധി സാമർഥ്യത്തെ കുറിച്ച് എന്നെയാണോ പഠിപ്പിക്കുന്നത്? നിന്റെ അനിയത്തി കാരണം എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. ഇല്ലെങ്കില് എന്റെ റേഞ്ച് വേറെ ലെവല് എത്തിയേനെ. ഈ നരസിംഹത്തിന്റെ നെറ്റ്വർക്കിൽ നിന്ന് അവൾക്ക് എത്ര കാലം ഒളിച്ചു നടക്കാൻ പറ്റും? അവളെ കിട്ടുന്ന ദിവസം ഞാൻ ഇവിടെ ഒരു ഉത്സവം തന്നെ നടത്തും. അയ്യോ, ഉത്സവം കുളവായല്ല. എന്റെ അനിയത്തി ഒരിക്കലും എന്റെ ഭർത്താവിന്റെ കണ്ണിൽ പെടാൻ പാടില്ല. സമ്പ്രദായങ്ങളെയും ആചാരങ്ങളെയും വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരു കുടുംബം. ആ വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടിയും അങ്ങനെ ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കില്ലേ? എൻ്റെ അമ്മയ്ക്കും അതേ ആഗ്രഹമുള്ളൂ. സ്വത്തോ പണവോ ഒന്നും വേണമെന്നില്ല. പെൺകുട്ടി നല്ല ലക്ഷണമുള്ള ആളായാൽ മതി. അവൾക്ക് പറയാനൊരു ചരിത്രമോ പാരമ്പര്യമോ ഒന്നും ഇല്ലെങ്കിലും ശരി,
ഞങ്ങളെ നന്നായി നോക്കുന്നൊരു പെൺകുട്ടി വരാനാ അമ്മയുടെ ആഗ്രഹം. വലിയ പാരമ്പര്യം ഇല്ലെങ്കിലും ബുദ്ധിയും വിവരവും ഉണ്ടായാൽ മതിയെന്ന് മാത്രം. അമ്മ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ ലക്ഷണങ്ങളൊക്കെ ഇത് തന്നെ. ഇങ്ങനെയൊക്കെ ഒരു അമ്മ മകന്റെ ഭാര്യയുടെ കാര്യത്തില് ആഗ്രഹിക്കില്ലേ? ആ ലക്ഷണങ്ങള് തനിക്ക് ധാരാളമായിട്ടുണ്ടല്ലോ. അമ്മ സമ്മതിക്കാതിരിക്കേയില്ല. അതുകൊണ്ട് താൻ അതോർത്ത് ടെൻഷനൊന്നും ആവണ്ട. സമാധാനമായോ? അയ്യോ, മറ്റെന്തോ ആയിരിക്കും എന്ന് കരുതി ഒരുപാട് പേടിച്ചിരിക്കായിരുന്നു ഏട്ടാ ഞാൻ. എപ്പോഴാ മനസ്സൊന്ന് ശരിക്കും ശാന്തമായത്? ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും കള്ളം മാത്രമാണ് അവനി. സത്യം നിനക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാനിപ്പോ ഈ കള്ളം പറഞ്ഞത്. ഐ എം വെരി സോറി അവനി. ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു പോകുമെന്ന് കരുതി കുറച്ചു നേരത്തേക്ക് എന്റെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി. ഞാൻ ആഗ്രഹിച്ച പോലെ, ഞാൻ കല്യാണം കഴിക്കാൻ സ്വപ്നം കണ്ട പോലെ, അതുപോലൊരു പെൺകുട്ടിയാണ് നീ. നിന്നെ പിരിയേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിലേ ഞാൻ എന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കും. മനസ്സിലെ പേടിയൊക്കെ താൻ കളയി. കേട്ടില്ലേ? വരൂ. അവിടെ എന്താ ഏട്ടാ നടക്കുന്നേ? ഇവിടെയില്ലേ ഇതുപോലുള്ള പല ചടങ്ങുകളും കാണാൻ പറ്റും. എല്ലാ ചടങ്ങുകൾക്കും ഒരു ചരിത്രം ഉണ്ടാവിനി. നമുക്കൊന്ന് അവിടെ പോയി നോക്കിയാലോ? അമ്മയും ബാക്കിയുള്ളവരൊക്കെ കാത്തിരിക്കുകയായിരിക്കും. പ്ലീസ് ഏട്ടാ. ശരി, നടക്ക്. ചേച്ചി 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 എനിക്കിടെ കുറച്ച് നോക്കി ചേച്ചി, ഉത്സവത്തിന് പോകാൻ വേണ്ടിയാ. ഏയ് ചേട്ടാ, ഒന്നിങ്ങോട്ട് വരുമോ? പറഞ്ഞോളൂ മോനെ. ഒരേക്കറിന് എത്ര കിട്ടും ഇവിടെ? ഉൾഗ്രാമമല്ലേ, 5 or 10 വല്ലം കിട്ടുമായിരിക്കും. അത്രേ കിട്ടുവോളിയ. അതൊക്കെ പണ്ടല്ലേ മോനെ. ദേ ആ കെട്ട് കാണുന്നില്ലേ, അതിനപ്പുറത്തേക്ക് ഏക്കറിന് 40 ലക്ഷം. ഓ, ദേ ഇവിടെ ഒരു 25 ലക്ഷത്തിന് വരെ കിട്ടും. അമ്മേ, അത്യാവശ്യം ഉണ്ടല്ലേ. ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ലാൻഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുക ആളിയാ. എപ്പോ നോക്കിയാലും പൈസയുടെ കാര്യം. അമ്മേ, എന്താടി? ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. എങ്ങോട്ടാ? ഈ ഗ്രാമത്തിന്റെ ഭംഗിയൊക്കെ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ. ശരി, പെട്ടെന്ന് പോയിട്ടോ. അല്ല, കുറച്ചു നേരമായി ശ്രീകരനെ ആവണിയൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. എന്നതാ മോളെ? മരത്തിലെല്ലാരും ചരട് കെട്ടുന്നില്ലേ? അതിന്റെ പിന്നിലെ ചരിത്രം എന്താ അമ്മേ? ആൽമരത്തെ വിഷ്ണുമൂർത്തിയുടെ പ്രതിരൂപമായി കാണുന്നത് പോലെ ഈ വേപ്പുമരത്തെയും ദൈവത്തിന്റെ പ്രതിരൂപമായി കാണുന്നത് ഇവിടുത്തെ സമ്പ്രദായങ്ങളിൽ പെട്ടതാ. പുതുതായി കല്യാണം കഴിച്ചോരെ ഈ മരത്തിലെ ചരട് കെട്ടി 7 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം. എന്നിട്ട് അവിടുത്തെ കുങ്കുമം തൊട്ട് കഴിഞ്ഞാ രണ്ടാളും അടുത്ത 7 ജന്മങ്ങളിലും ഒന്നിച്ചാവോന്നാ വിശ്വാസം. എന്നാ നമുക്കൊന്ന് കെട്ടിയാലോ ഏട്ടാ? ശരി. ചേട്ടാ പറഞ്ഞോ. ഇവിടെ ഈ ഗ്രാമീണോത്സവം എവിടെയാ നടക്കുന്നേ?
ഒന്ന് മുന്നോട്ട് പോയിട്ട് പ്രസിഡന്റിന്റെ പാഠം ചോദിച്ചാൽ മതി, അവര് പറഞ്ഞു തന്നോളൂ. താങ്ക്സ്. അമ്മയുടെ കുങ്കുമം എടുത്ത് നിന്റെ കൈകൊണ്ട് അവളുടെ നെറ്റി ചാർത്ത്. അങ്ങനെ ചാർത്തുന്ന കുങ്കുമം നിങ്ങളുടെ ബന്ധത്തെ ദൃഢമാക്കും. നിന്നെ ദൈവം കാണിച്ചു തരുന്നവരെ എന്റെ ലോകം മറ്റൊന്നായിരുന്നു. ഇപ്പൊ പക്ഷേ എന്റെ ലോകം നീ തന്നെ. നീ എന്റെ ജീവനാണിപ്പോ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം തന്നെ ഒരിക്കലും അകറ്റി നിർത്തില്ലെന്ന് ഞാൻ തനിക്ക് വാക്ക് തരുക. നിങ്ങളെ എന്നും മനസ്സിലാക്കിയും നിങ്ങളുടെ പാതിയായി നിന്നും മറ്റാരെക്കൊണ്ടും മോശമായി ഒന്നും തന്നെ പറയിപ്പിക്കില്ലെന്ന് ഞാനെന്താ ഇപ്പൊ സത്യം ചെയ്യുന്നു. നമ്മളെല്ലാം ഇവിടെ നിൽക്കുമ്പോ രണ്ടാളും കൂടി എങ്ങോട്ടാ പോയേ? ബോധം വേണ്ടേ? കൂടെ വന്നപ്പോ തന്നെ മരുമോളാണെന്നാ ചോദിച്ചേ. അവരെ അങ്ങനെ അങ്ങ് വിട്ടു കഴിഞ്ഞാ പിന്നെ മറ്റു പലതും ചോദിക്കും. എവിടെയായിരുന്നു നീ? അച്ഛാ, അത് ഞാൻ പറയടാ. പാടങ്ങളും വയലും ഒക്കെ കാണിക്കാന്ന് കരുതി ഞാൻ കൊണ്ടുപോയതായിരുന്നു ഇവളെ. പാടവും വയലും ഒക്കെ എന്താണെന്നറിയാൻ വലിയ കൊട്ടാരത്തിലാണോ ജീവിച്ചേ? ഇത്ര ചെറിയ കാര്യത്തിന് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏട്ടത്തി? ഇപ്പൊ ചെറുതാന്ന് കരുതുന്നതാ ഭാവിയിൽ വലിയതാകുന്നത്. എടി, നിന്റെ കറക്കം കഴിഞ്ഞോ? നാണമില്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കല്ലോ. പറഞ്ഞിട്ടല്ലേ പോയതമ്മേ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഏട്ടാ, നമുക്ക് അമ്മയുടെ അടുത്തേക്ക് നടന്നാലോ? ഏട്ടാ, ഏട്ടാ, ഏട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നത്? നിന്റെ ആ മൂക്കുത്തി എവിടെ പോയി വേദ? ആണോ ഏട്ടാ? അത് പോയോ? ഇതൊന്നും ഇത്ര കാലം വരെ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴെന്താ ഇങ്ങനെയൊക്കെ ആയത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടാ. കൊണ്ടുവരാൻ പാടില്ലാത്ത ആൾക്കാരെയൊക്കെ കൂടെ കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ടാവും അമ്മയുടെ മൂക്കുത്തി കളഞ്ഞു പോയത്. ചിലരുടെ ഭാഗ്യം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. ഒളിയോ,
ചുമ്മാ ജനറൽ ആയിട്ട് പറഞ്ഞാന്നേ. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവളെന്റെ ഭാര്യയായിട്ട് പോലും ഇവരോട് എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഇവളുടെ കാര്യമാണ് കഷ്ടം. എന്തായാലും ഈ നരകത്തുനിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കണം. സംസാരം നിർത്തി നോക്കെല്ലാവരും. എന്ത് പറ്റി മോളെ? എന്റെ മൂക്കുത്തി കാണുന്നില്ല പൂജാരി. ആണോ? ദുർനിമിത്താണല്ലോ. അത് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ കാണുമെന്നേ. അമ്മ പേടിക്കാതിരിക്ക. ഇവിടെ വന്നവരോടെല്ലാം ഒന്ന് പറഞ്ഞേക്കാമോ തിരുമേനി? ഗ്രാമീണരെല്ലാവരും ഒന്ന് വേഗം ഇവിടം വരെ വരിക. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. വേദവതി അമ്മയുടെ മൂക്കുത്തി പോയിരിക്കണു. അത് ആർക്കെങ്കിലും കിട്ടിയ ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുക. ആ മൂക്കുത്തിയാണെങ്കിൽ പരമ്പരാഗതമായി കൈമാറി വരുന്നതാ. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇവിടുത്തെ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും ആചാരങ്ങൾക്കും അതിന്റെ ആവശ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അതില്ലാതെ ഗ്രാമോത്സവം നടക്കില്ല. അതില്ലാതെ അമ്മയുടെ ആശീർവാദവും നമുക്ക് ലഭിക്കില്ല. ആർക്ക് കിട്ടിയാലും ദയവ് ചെയ്ത് തിരിച്ചു തരണം. പണത്തിനേക്കാളേറെ മൂല്യമുള്ളതാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അത് കിട്ടിയാൽ നമ്മൾ ചെയ്ത പുണ്യത്തിന്റെ ഫലമാകും, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപത്തിൻ്റെതാകും. ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കാർക്കും ഒന്നും തോന്നരുത്. നിങ്ങളിൽ ആരാണോ ആ മൂക്കുത്തി കണ്ടുപിടിച്ച് എനിക്ക് തരുന്നത്, അവരുടെ കഴുത്തിൽ ഈ തങ്കമാല ഞാൻ സമ്മാനമായി അണിയിക്കും. തെരച്ചിൽ തുടങ്ങിക്കോ. രാധ, ഒന്ന് തെരയടാ. അമ്മേ, ആ മുക്കുത്തിക്ക് എത്ര പ്രധാന സ്ഥാനമാണ് ഉള്ളതെന്ന് അമ്മയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആരുടെയെങ്കിലും ഒരാളുടെ കണ്ണിൽ പെടുത്തണേ അമ്മേ. നിനക്ക് കിട്ടണമെന്നും ഇവിടെ വലിയ ആളാവണമെന്നും പ്രാർത്ഥിക്കുവാണോ? അത് നിനക്ക് കിട്ടില്ല. ഇവിടുത്തെ മൂത്ത മരുമകളായ എനിക്കേ അത് കിട്ടൂ.